സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് ഡെലിവറി പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏണിങ്സ് കിട്ടത്തില്ല, ഇൻസെന്റീവ് കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. ഞാൻ ഈ പറയുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ്. പലരും വിചാരിക്കുന്ന വലിയ വലിയ തെറ്റുകൾ ചെയ്യുമ്പോഴാണ് അക്കൗണ്ട് ബ്ലോക്ക് ആവണമെന്ന്. പക്ഷേ ചെറിയ തെറ്റ് ചെയ്താലും നമ്മൾ അക്കൗണ്ട് ബ്ലോക്ക് ആവും. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫേക്ക് ഡെലിവറിയാണ്. അതായത് ഫേക്ക് ഡെലിവറി എന്ന് പറയുന്നത് കസ്റ്റമറിന്റെ ലൊക്കേഷനിൽ എക്സിക്യൂട്ടീവ് എത്തിയിട്ടുണ്ടാവും, എന്നിട്ട് കസ്റ്റമർ സാധനം കൊടുക്കാതെ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കസ്റ്റമർ കെയറിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യും, ഇതുപോലെ സാധനം കിട്ടിയിട്ടില്ല, പക്ഷേ എക്സിക്യൂട്ടീവ് ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഐറ്റം മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കഴിയും. അപ്പോൾ കസ്റ്റമർ കെയറിൽ നിന്ന് എക്സിക്യൂട്ടീവിനെ വിളിക്കും, എന്തുകൊണ്ട് സാധനം ഡെലിവറി ചെയ്തില്ല. അപ്പോൾ പറയും ഓൾറെഡി ഞാൻ ഡെലിവറി ചെയ്തല്ലോ, പക്ഷേ അവർ സാധനം കൊടുക്കാതെയാണ് ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കസ്റ്റമർ റെസ്പെക്ട് ചെയ്യുക. ചില എക്സിക്യൂട്ടീവ്സ് ഒക്കെ ആണെങ്കിൽ റൂഡായിട്ട് ബിഹേവ് ചെയ്യും, ഭയങ്കരമായിട്ട് വാക്ക് തർക്കങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കസ്റ്റമർ ദേഷ്യം വന്ന് അവർ കംപ്ലൈന്റ് ചെയ്യും കസ്റ്റമർ കെയറിൽ. ഇപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് സംഭവിക്കുമ്പോൾ സ്വിഗ്ഗി ഓട്ടോമാറ്റിക് നമ്മൾ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് കളയും. മൂന്നാമത്തെ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നതാണ്. അപ്പോൾ ചിലവർ ഓർഡർ എടുത്ത ശേഷം ക്യാൻസൽ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ബൾക്ക് സാധനമൊക്കെ ആണെങ്കിൽ ചിലർ ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ കുറേ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കസ്റ്റമറിനെ വിളിച്ച് ചോദിക്കും, അവർക്ക് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കുമെങ്കിൽ അവർ ഓട്ടോയ്ക്ക് വിളിച്ച് കൊണ്ടുപോകും. ചിലപ്പോൾ അവർ അപ്പോൾ ക്യാൻസൽ ചെയ്യും. അത് കണ്ടിന്യൂസ് ആകുമ്പോൾ സ്വിഗ്ഗി നോട്ട് ചെയ്യും. ഇപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ആകുമ്പോൾ അത് പ്രശ്നം വരില്ല. പക്ഷെ പിന്നെ അല്ലാതെയും ഇപ്പോൾ ലോങ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അടിക്കുമ്പോൾ നമുക്ക് കിലോമീറ്റർ കാണിക്കും. അപ്പോൾ ലോങ് ഒക്കെ ആണെങ്കിൽ ചിലർ ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് ദിവസം ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ചിലർ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് സ്വിഗ്ഗി നോട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവരുടെ പെർഫോമൻസിനെ ഇത് ബാധിക്കും. ഇപ്പോൾ എമർജൻസി ആയിട്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ചിലരുടെ ഹാബിറ്റാണ്, സ്ഥിരം അവരുടെ പണിയേ ഇതാണ്, വരുന്ന എല്ലാം ദൂരമൊക്കെ ആണെങ്കിൽ പോകത്തില്ല, ക്യാൻസൽ ചെയ്തിരിക്കും. പക്ഷെ അവർക്ക് അറിയത്തില്ല ഇവരുടെ പെർഫോമൻസ് മെയിനായിട്ട് ബാധിക്കും. ഇവർ ചുമ്മാ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കും, അതാണ് പ്രശ്നം. പക്ഷേ ഇവർ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവർ വിചാരിക്കും അടുത്ത ഓർഡർ അടുത്ത് കിട്ടും. ചിലപ്പോഴേ അടുത്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ 4 കിലോമീറ്റർ ആണെങ്കിൽ ചിലപ്പോൾ അടുത്ത് അടിക്കുന്നത് 5 കിലോമീറ്റർ ആയിരിക്കും. അപ്പോൾ ക്യാൻസൽ ചെയ്തും വെറുതെ പോകും. ദിവസം ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയും പ്രശ്നമുണ്ട്. നാലാമത്തേന്ന് പറഞ്ഞാൽ ഒ ടി പി വാങ്ങാതെ ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുക. പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെ കസ്റ്റമർ ലൊക്കേഷൻ നമ്മൾ ഇത്ര ഡിസ്റ്റൻസിന് ദൂരെയാണെങ്കിൽ നമുക്ക് ഒ ടി പി ചോദിക്കും. ഒ ടി പി കസ്റ്റമറിൽ നിന്ന് വാങ്ങിച്ച് അടിച്ചാൽ മാത്രമേ നമുക്ക് ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അഞ്ചാമത്തെ ഫ്രോഡ് ആക്ടിവിറ്റീസ് ആണ്. അതായത് നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ലൊക്കേഷൻ കാണിക്കുക, നമ്മളെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അക്കൗണ്ട്സ് മിസ്യൂസ് ചെയ്യുക. അതായത് നമ്മളെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് മിസ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായത് നമ്മളെ പ്രൊഫൈൽ വേറൊരു ഫോണിൽ ഓപ്പൺ ചെയ്ത് വേറൊരാൾ ഓടുന്ന പോലെ. അതായത് നമ്മൾ ആ ലൊക്കേഷനിൽ ലൈവ് ആയിരിക്കില്ല, വേറൊരാൾ ഓടും. പക്ഷെ അങ്ങനെ മിസ്യൂസ് ചെയ്ത് കണ്ട് സ്വിഗ്ഗി നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനൻ്റ്ലി ബ്ലോക്കാണ്. ടെമ്പറലി അല്ല, പെർമനൻ്റ്ലി ബ്ലോക്കാണ്. പിന്നെ അവർക്ക് ഓടാൻ പറ്റത്തില്ല. ഈ ഓഡിയറുടെയും പെർമനൻ്റ്ലി ബ്ലോക്ക് ആവും, ഈ കൊടുത്തവരുടെയും പെർമനൻ്റ്ലി ബ്ലോക്ക് ആവും, രണ്ടുപേരുടെയും പെർമനൻ്റ്ലി ബ്ലോക്ക് ആവും. ഇങ്ങനത്തെ ഷോർട്ട് കട്ടുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ആ സ്വിഗ്ഗിയിൽ ഓടാനേ പറ്റത്തില്ല, എന്നാലും അത് അക്കൗണ്ട് തിരിച്ച് കിട്ടത്തില്ല. ആറാമത്തേന്ന് പറഞ്ഞാൽ ലേറ്റ് ഡെലിവറിയാണ്. അതായത് പോഡിയിൽ നിന്ന് സാധനം എടുത്തിട്ട് നമ്മൾ കസ്റ്റമർ ലൊക്കേഷൻ നേരെ പോവുക, പക്ഷെ അതിന് പകരം പോഡിയിൽ നിന്ന് എടുത്ത് കുറേ നേരം അവിടെ നിന്നിട്ടായിരിക്കും പിന്നെ അടുത്ത കസ്റ്റമർ ലൊക്കേഷനിൽ പോകുന്നത്. ചിലവർ പോഡിയിൽ നിന്ന് സാധനം എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ടായിരിക്കും കസ്റ്റമർ ലൊക്കേഷനിൽ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിലേ വരും. കസ്റ്റമർ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, അവർക്ക് അവരെ ഫോണിൽ കൂടെ ഈ ആപ്പിൽ കൂടെ കാണാൻ പറ്റും നമ്മൾ ഏതൊക്കെ വഴി ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ കസ്റ്റമർ കെയറിൽ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും ഈ അക്കൗണ്ട് ഈ പ്രശ്നം വരാം. പോഡിയിൽ നിന്ന് സാധനം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കസ്റ്റമർ ലൊക്കേഷനിൽ പോയി ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുക. ഏഴാമത്തേന്ന് പറയുന്നത് റോങ് ഡെലിവറി ചെയ്യുക. അതായത് കസ്റ്റമറിൻ്റെ അഡ്രസ്സ് കൺഫേം ചെയ്തിട്ട് വേണം ഡെലിവറി കൊടുക്കുക. ചിലപ്പോൾ കസ്റ്റമറിൻ്റെ വീട് ബാക്കിലായിരിക്കും, അപ്പോൾ അവർ ഫ്രണ്ടിലത്തെ വീടിൻ്റെ ഹൗസ് നമ്പർ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക, റെസിഡൻസ് നമ്പർ. അപ്പോൾ നമ്മൾ അവിടെ പോയി ബെല്ലടിക്കുമ്പോൾ ഇവർ സാധനം വാങ്ങിച്ച് വയ്ക്കും. ഇവരൊന്നും പറയത്തുമില്ല, ഇവർ ഓർഡർ ചെയ്ത പോലെ ഇവർ സാധനം വാങ്ങിച്ച് വയ്ക്കും. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുമ്പോൾ കസ്റ്റമർ കോൺടാക്ട് ചെയ്യും, എന്ത് സാധനം കിട്ടിയില്ലല്ലോ, നമുക്ക് നിങ്ങൾ ഓർഡർ ഡെലിവറി ചെയ്യുന്നതാണല്ലോ നമുക്ക് ഇതിൽ ആപ്പിൽ കാണുന്നതെന്ന് പറയും. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ പോയി സാധനം വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ചില കസ്റ്റമർ വാങ്ങും, ചിലപ്പോൾ നമ്മൾ പോയി വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവരൊന്നും മിണ്ടത്തുമില്ല നമ്മൾ സാധനം വാങ്ങുന്നവർ. ആ പോയ ഉടനെ തന്നെ അവരുടെ കസ്റ്റമറിൻ്റെ പേര് ചോദിക്കുക, അതാണോ എന്ന്. ഹൗസ് നമ്പറും കൂടി കൺഫേം ചെയ്തിട്ട് വേണം കസ്റ്റമറിന് ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ വീട്ടിൽ കൊടുത്തിട്ട് നമ്മൾ ഡെലിവറി കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ കസ്റ്റമറിൻ്റെ ഫോൺ നമ്പറോ ഒരു കാര്യവും നമുക്ക് കിട്ടത്തില്ല. എപ്പോഴും ഓർഡർ കംപ്ലീറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ കസ്റ്റമർ അതേ കസ്റ്റമർ ആണോ എന്ന് കൺഫേം ചെയ്തിട്ട് വേണം നമ്മൾ ഓർഡർ ഡെലിവറി ചെയ്യാൻ. ഇല്ലെങ്കിൽ അതുപോലെ കസ്റ്റമർ ഇല്ലെങ്കിൽ കസ്റ്റമറിനെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് വേണം നമ്മൾ അവിടെ സാധനം വെച്ചിട്ട് നമ്മളൊരു ഫോട്ടോയും കൂടി എടുത്തിട്ട് വേണം വരാൻ. ചിലപ്പോൾ അവർ പിന്നെ വിളിച്ചിട്ട് പറയും നമുക്ക് സാധനം കിട്ടി, വലിയ അടിച്ചാലും അവർ കഥ തുറക്കത്തില്ല, അതായത് ഫോൺ വിളിച്ചാലും അവർ എടുക്കത്തില്ല. ചിലപ്പോൾ കസ്റ്റമർ അവിടെ ലൊക്കേഷനിൽ കാണില്ല, പക്ഷെ നമ്മളവിടെ വെച്ചിട്ട് നമ്മളെപ്പോഴും നമുക്കൊരു തെളിവിന് ഫോട്ടോ എടുത്തിട്ട് വേണം വരാൻ. എട്ടാമത്തേന്ന് പറഞ്ഞാൽ സ്റ്റോറിലുള്ള സ്റ്റാഫിൻ്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യുക. അപ്പോൾ അവരുടെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കുക, അവരുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുക, അങ്ങനെ പ്രത്യേകിച്ച് വഴക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതിരിക്കുക. അവർ സ്റ്റോറിലുള്ള സ്റ്റാഫുകൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിനെ മെയിനായിട്ട് ബാധിക്കും. ഒമ്പതാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക. അതായത് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ്, RC ബുക്ക്, നമ്മളെ ഇൻഷുറൻസ്. അപ്പോൾ ഇതിനൊക്കെ വാലിഡിറ്റി വേണം, ഇല്ലാതെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഫേക്കാണ്.
നമ്മൾ ആ ഇൻഷുറൻസ് തീർന്നോ ഇല്ലയെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. എപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യണം. എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ, എന്തെങ്കിലും ആക്സിഡൻറ്റോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കരമായിട്ട് പ്രശ്നമാണത്. അപ്പോൾ ചിലർ ഫേക്കായിട്ടൊക്കെ ഇങ്ങനെ ഈ ലൈസൻസൊക്കെ ഇതായിട്ട് കൊടുക്കും. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. ഞാൻ ഇപ്പോൾ ഈ അക്കൗണ്ട് ബ്ലോക്ക് ആവണമെന്ന് മാത്രമല്ല, അപ്പോൾ അല്ലാതെയും ഫ്രോഡത്തനമാണ് അതൊക്കെ. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്വിഗ്ഗിയിൽ വന്ന് ഓടാവൂ. 10ാമത്തേന്ന് പറഞ്ഞാൽ കമ്പനി പോളിസിയെ ഇഗ്നോർ ചെയ്യുക. അതായത് സ്വിഗ്ഗി എന്താണോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിരിക്കുന്നത് അതിനെ ഫോളോ ചെയ്ത് പോവുക. അതിനെ എന്തെങ്കിലും വയലേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അവർ വാണിംഗ് തരും ഫസ്റ്റ്. പിന്നെ അല്ലെങ്കിൽ അവർ പെർമനൻ്റ്ലി ബ്ലോക്ക് ചെയ്ത് കളയും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് പോവുക. ഇത് ഡെലിവറി പാർട്ട്നേഴ്സിനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് പോലും നമ്മൾ അക്കൗണ്ട് പെർമനൻ്റ്ലി ബ്ലോക്ക് ചെയ്ത് കളയും. അപ്പോൾ നമ്മൾക്ക് സ്ഥിരം ജോലി വേണമെങ്കിൽ, വരുമാനം വേണമെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന ഇവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സമയത്തിന് ഡെലിവറി ചെയ്യുക, കസ്റ്റമർക്ക് നല്ല വൃത്തിയായി ബിഹേവ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ താഴെ കമൻ്റ് ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്കും കൂടി മനസ്സിലാക്കുമ്പോൾ നല്ല ഉപകാരപ്പെടും. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.